തിരിച്ചുവരവുകളാണ് സ്പോർട്സിൻ്റെ സൗന്ദര്യം. അങ്ങനെയെങ്കിൽ മനോഹരമായൊരു കഥ പറയാം. നട്ടുച്ചയെങ്കിലും ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് മേലെ മഴമേഘങ്ങൾ മൂടിയിരിക്കുന്നു. താരങ്ങളൊക്കെയും ആശങ്കയിലാണ്. എന്നാൽ ഈ ഇരുളും മാറുമെന്നും മാനം തെളിയുമെന്നും ട്രാക്കുകൾ ശരവേഗത്തിന് സാക്ഷിയാകുമെന്നും അറിയാവുന്ന 14കാരി ഇവിടെയുണ്ട്. അങ്ങനെ കരുതാൻ ജീവിതമാണ് തെളിവ്. ദുരിതപ്പെയ്ത്ത് ഏറെ നനഞ്ഞവളാണ്. ശരീരം ഒട്ടിപ്പോകുന്ന മരണത്തിൻ്റെ തണുപ്പിനെ അതിജീവിച്ചവൾ. ഇത്ര നാൾ വർക്കൗട്ട് ചെയ്ത് വെറുതെ ആയാലോ, എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ ആദ്യം പറഞ്ഞത് ഒരു എലിപ്പനി ഇരിക്കുകയെന്നാ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും മാറും, ജസ്റ്റ് നിങ്ങൾക്ക് സ്റ്റേറ്റ് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എന്താ അത് കഴിഞ്ഞിട്ട് ഓടാൻ പറ്റുമായിരിക്കും എന്നൊക്കെ ടീച്ചർ അടുത്ത് കഴിഞ്ഞപ്പോൾ ടീച്ചർ ഓടാൻ പറ്റുമെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ കുറച്ചായപ്പോൾ പിന്നെയും കൂടി ഓടാൻ പറ്റാണ്ടായി. പിന്നെ അങ്ങ് മനസ്സിലായി പറ്റില്ല എന്ന്. കഴിഞ്ഞ വർഷത്തെ ജില്ലാ കായികമേളയുടെ തലേ ദിനമായിരുന്നു സംഭവം. ഓടിക്കളിക്കുന്നതിനിടയിൽ മതിൽ തട്ടി കയ്യിൽ മുറിവേറ്റു. ആ മുറിവിൽ അണുബാധയുണ്ടായി. കയ്യിൽ നീര് വെച്ചു. പിന്നാലെ കഠിനമായ പനി. അതിനിടയിലും ഓടാനിറങ്ങി. ഇടയ്ക്ക് തളർന്നു വീണു. പിന്നെ പിടിച്ചു നിൽക്കാനായില്ല. ശ്വാസകോശം, കരൾ, വൃക്കകൾ എന്നിവയിലും അണുബാധ പടർന്നു കയറി. 2 ആശുപത്രികളിലായി 15 ദിവസം. അതിൽ 5 ദിവസം വെന്റിലേറ്ററിൽ. കൊച്ചു പോയെന്നാ പറയുന്നേ എന്ന നിലവിളി ഉയർന്നു. ജോവിയയുടെ മനസ്സ് അപ്പോൾ ഒറ്റ ലാപ്പിൽ ഫിനിഷിംഗ് പോയിന്റിലായിരുന്നു. ഒന്നാമതെത്താൻ അവൾ കുതിച്ചു. വേഗവര കടന്നു. മുൻപ് പറഞ്ഞില്ലേ, തിരിച്ചുവരവുകളാണ് സ്പോർട്സിന് സൗന്ദര്യം. ആ സൗന്ദര്യമാണ് ജോവിയ ജോർജ്. തിരിച്ചു വരാൻ പറ്റില്ല എന്നാണ് ഡോക്ടർമാരെല്ലാവരും പറഞ്ഞത്. എന്നിട്ട് ഇത്ര എത്തിയത് തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ. അതിൽ ദൈവത്തിനോട് ഭയങ്കര നന്ദി പറയണു. കഴിഞ്ഞ വർഷം 100 പനി പിടിച്ചോടി 4th വന്നു. റിലേക്ക് പോവാൻ സ്റ്റേറ്റ് സെലക്ഷൻ കിട്ടി. ഇത്തവണ 400 ഓടി ജില്ലയിൽ ഓടി ഫസ്റ്റ് വന്നു. ഇനിയിപ്പോൾ 5ാമത്തെ ദിവസം 4ാമത്തെ ദിവസം 5ാമത്തെ ദിവസം 400 ഉണ്ട്. അതിലൊരു ബെസ്റ്റ് ഓഫ് 8 കയറി ഒരു മെഡൽ വരുന്നതാണ് ആഗ്രഹം. വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അമ്മാമ്മയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ അവിടെ നിന്ന് സ്പോർട്സ് തുടങ്ങിയപ്പോൾ തൊട്ട് എവിടെ പോയാലും ഉണ്ടാകും. എപ്പോഴും അമ്മാമ്മയാണ് കൂടെ ഉണ്ടാവണത്. അമ്മ പുറത്ത്. അപ്പോൾ അമ്മ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് അമ്മാമ്മ വരുത്തിയിട്ടില്ല. ഫുൾ അമ്മാമ്മ കൂടെ ഉണ്ട്. അമ്മാമ്മയും അച്ചാച്ചനുമാണ് ഫുൾ കൂടെ ഉണ്ട്. വിശ്രമകാലത്തിനു ശേഷം ട്രാക്കിലേക്ക് തിരിച്ചെത്തിയപ്പോൾ പുതിയ ആകാശം വരവേറ്റു. എറണാകുളം ജില്ലാ കായികമേളയിൽ 400 മീറ്ററിൽ ഇറങ്ങി. പൊന്നണിഞ്ഞു. കയ്യടി വാനോളം ഉയർന്നു. നാടൊന്നാകെ പിന്നിൽ അണിനിരന്നു. എറണാകുളം കോതമംഗലം മാർബേസ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി സീനിയർ പെൺകുട്ടികളുടെ 400 മീറ്ററിലാണ് മത്സരിക്കുന്നത്. നിറയെ സ്വപ്നങ്ങളോടെയാണ് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത്. പരിശീലനത്തിനായി ഇറങ്ങിയപ്പോൾ അത്ഭുത ലോകം തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു മുഖത്ത്. ഒരു കാര്യം കൂടി, ജോവിയ എന്ന പേരിനർത്ഥം സന്തോഷമെന്നാണ്.